എന്റെ പൊന്നു സാറേ, പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞു. 3-4 കൊല്ലമായിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോകാത്ത ഒറ്റ ദിവസവും ഇല്ല. സാറിന്റെ മുമ്പിൽ തന്നെ ഇത് 7-ാമത്തെയോ 8-ാമത്തെയോ തവണയാണ്. ഇത്തവണയെങ്കിലും എന്നെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് കാര്യപ്രാപ്തിയും ആത്മാർത്ഥതയും ഉള്ള ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്ത സേവനമായിരിക്കും. എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വിലപ്പെട്ട എന്റെ ജീവനുമായിരിക്കും. Yes. Mr. K.P. Appadayar? Yes, sir. Excuse me? Thanks. Hello? 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 Excuse me. You want a coin? Thanks. No, mention. ഹലോ ഹലോ, ഞാൻ അമ്മിക്കുട്ടിയാ. ചേച്ചിക്ക് തരാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരാളൊരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഹോസ്റ്റൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ആരെങ്കിലും അയച്ചാൽ മതി. ശരി. ഇല്ല, വിശേഷമൊന്നുമില്ല. എന്നാ വെക്കട്ടെ. ഹലോ, കുപ്പല്ലേ? അപ്പുവാ? അല്ലല്ല, ഓഫീസിൽ നിന്നല്ല. എന്തായുടെ പേര്? ഓ, സദാശിവൻ. അയാളോട് നാളെ വന്ന് ചോദിച്ചോളാം പറ. മറ്റേ ആളോ? എന്താ ഉറുപ്പേ, നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഞാൻ ജോലി വാങ്ങിച്ചു കൊടുക്കണം പറഞ്ഞാൽ എന്താണ്? എനിക്ക് ചില വലിയ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് അതൊക്കെ മിസ്യൂസ് ചെയ്യാൻ പറ്റുമോ? ശരി ശരി, ഞാൻ നോക്കട്ടെ. നാളെ കാലത്ത് എന്നെ ഒന്ന് ഫോൺ ചെയ്യും. ഓക്കെ. എന്താ ഇത്? അത് കൊള്ളാം. 50 പൈസ തരാൻ വേണ്ടിയാണ് ഇത്ര തരം തിന്നത്. നമ്മളൊക്കെ മലയാളികളല്ലേ. പേര് മനസ്സിലായി. അമ്മക്കുട്ടി എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു സെയിൽസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. സാറ്? നോ സാർ, ഞാൻ അപ്പു. അപ്പൂന്ന് വിളിച്ചാൽ മതി. അമ്മക്കുട്ടിയുടെ നാടെവിടെ? ഒറ്റപ്പാലത്ത്. അപ്പൊ നമ്മൾ നാട്ടുകാരാണല്ലോ. എന്റെ വീട് ഷൊർണൂരാ. ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിൽ ടെക്നിക്കൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. ഓട്ടോ? സോറി, കുറച്ച് ധൃതിയുണ്ട്. ഹലോ, പണിക്കർ സാറല്ലേ? ഞാൻ അപ്പുവാണ്. ബാബു പറഞ്ഞിരുന്നില്ലേ
അപ്പോ സാർ എങ്ങനെയെങ്കിലും ആ ജോലി ഒന്ന് ചെറുപ്പിടി തരണം. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ്. ദാ ശരി ശരി. ആ ശല്യം. ഉറങ്ങ. നിന്റെ കുട്ടികൾ ഇനി മാറിയില്ലല്ലേ? ഇതാ ചായ. അടുത്ത് വാ. വേണ്ട. വാന്ന് ഒരു കാര്യം പറയട്ടെ. ഉറക്കെ പറഞ്ഞാലും ആരും കേൾക്കില്ല. വരില്ലേ? ഇല്ല. ആ എന്നാ ഞാൻ കിടന്നുറങ്ങാൻ പോവാ. എന്നാ പറയൂ. വിശേഷിച്ചൊന്നുമില്ല. കാലത്ത് നിന്നെ കാണുന്ന ഒരു സുഖമാണ്. ഇവിടെ ഇരിക്ക്. ആ ഇവിടെ നോക്കട്ടെ. ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു? ഏതവനാടാ അത്? വല്ല പിച്ചക്കാരനായിരിക്കും. നോക്ക്. എന്താ ചിരിക്കുന്നേ? ബാബുച്ചേട്ടൻ പറഞ്ഞു അപ്പു ആയിരിക്കുമെന്ന്. വരൂ. ബാബുച്ചേട്ടൻ പറഞ്ഞ ആള് തന്നെയാ. ആ ഇരിക്കും. ഗുഡ് മോർണിംഗ്. മനുഷ്യനുണ്ടായിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഔചിത്യബോധം. അത് അശേഷം തനിക്കില്ല. എന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു, അപ്പോഴായിരിക്കും തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അത്രേ ഉള്ളൂ. ഓ, സാറിനത് വലിയ കാര്യമല്ലായിരിക്കും. എന്നല്ല, ഇന്നാണെങ്കിൽ ഇന്റർവ്യൂ ഒന്നുമില്ല. എനിക്ക് ഫലിതം പറയാൻ നല്ല മൂടും. എന്നാൽ ചില തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങൾ രസിപ്പിക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. എന്ത് വേണേ തരാം, ആ വളിപ്പ് മാത്രം പറയരുത്. അവിടെ നിന്നാലേ ധാരാളം പണികളുണ്ടാവില്ലേ? എവിടെ? ചന്ദ്രേട്ടന്റെ വീട്ടില്. എന്ത് പണി? പാചകം. അയ്യോ, അവിടെ അങ്ങനെയുള്ള പണിയൊന്നും ഇല്ല. അതെന്താ? അവിടെ വെപ്പം കൂടി ഒന്നും ഇല്ലയോ? അതൊക്കെ അവരല്ലേ ചെയ്യുന്നത്. ചന്ദ്രേട്ടനും ചേച്ചിയും എന്റെ മേലനങ്ങാൻ സമ്മതിക്കില്ല. എന്നിട്ടാണോ താനൊരു നല്ല പാചകക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞത്? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സത്യം പറ, താനില്ലേ അടുത്ത വെപ്പണി പറയുന്നത്? വല്ലപ്പോഴും തമാശന് ഈ സാമ്പാറിന്റെ കഷ്ണം വല്ലതും. ചായ ഒന്നും ഇല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഇരിക്കാണോ? ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ ഭാവം? പിന്നല്ലാതെ. താൻ ആ പണിക്കൊക്കെ ഫോൺ ചെയ്തു? ഒരു പ്രാവശ്യം ഫോൺ ചെയ്തു, കിട്ടണ്ടേ? 100 തവണ ചെയ്യേണ്ടി വരും. സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ലേ? വൈകുന്നേരം എങ്ങനെ ചെയ്യാം? അയാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവും. താ ഒരു കാര്യം ചെയ്യും, പതുക്കെ നടന്ന് പുറത്തു പോയൊരു ചായയൊക്കെ കുടിച്ച് സാവധാനം പണിക്കാർക്കൊക്കെ ഫോൺ ചെയ്ത് ഉച്ചയ്ക്ക് ഊണിന് സമയമാകുമ്പോൾ പതുക്കെ നടന്നിങ്ങ് പോന്നാ മതി. എന്താ? ഒരു കാര്യം ചെയ്യാം, ഫോൺ ചെയ്തിട്ട് നീ വരാം. എന്റെ ഈശ്വര, ഈ വയസ്സുകാലത്ത് എന്ത് അഭ്യാസാ നീ കാണിക്കുന്നത്? അപ്പുറത്തും ഇപ്പുറത്തുള്ള മനുഷ്യരെ നോക്കി ചിരിക്കും. സ്വന്തം ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറയാൻ പറ്റുമോ? പറയുന്നവർക്കായിരിക്കും ഭ്രാന്ത്. എനിക്ക് ഒന്ന് സ്ലിം ആവണം. എന്നിട്ട് എന്തിനാ? അല്ല, പുതിയ കല്യാണാലോചന വല്ലതും ഉണ്ടോ? എനിക്ക് സൊസൈറ്റിയിലൊക്കെ ഒന്ന് മൂവ് ചെയ്യണം. ആ, അത് ശരിയാണ്. സ്ലിം ആയാൽ മൂവ് ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വ്യായാമം ഇല്ലാതെ പറ്റില്ല. കളിക്കപ്പൂ. എന്താ അപ്പു നെറ്റടിച്ചത്? എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാണാനുണ്ട്. ഞായറാഴ്ച ആയിട്ടോ? നീ വേഗം കമലാ തിയേറ്ററിൽ പോയി മോർണിംഗ് ഷോയ്ക്ക് 2 ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിൽക്കേ. ഞങ്ങൾ വന്നേക്കാം. ചന്ദ്രേട്ടൻ റെഡി ആവുന്നില്ലേ? ഒന്ന് പോയി കുളിച്ചേ. ഒന്ന് കൊടുക്ക സാർ. മൈ ഗോഡ്, ക്ലോസ് ചെയ്ത് പോയി. ഇനി എന്ത് ചെയ്യും? കഷ്ടായിപ്പോയി. ഹലോ, എന്താ ഇവിടെ? സിനിമയ്ക്ക് വന്നതാ. ഹൗസ്ഫുൾ ആയി. ഓഹോ, സിനിമ കാണുന്നുണ്ടോ? ഹൗസ്ഫുൾ അല്ലേ? ഇവിടെ വരെ വന്നിട്ട് സിനിമ കാണാതെ പോകുന്നത് മോശല്ലേ? അതിന് ടിക്കറ്റ് ഇല്ലല്ലോ. ഒന്നും പ്രശ്നമല്ല, 2 വേണ്ടൂ.
ഈ തിയേറ്ററിന്റെ ഓണർ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാ. ജസ്റ്റ് എ മിനിറ്റ്. ആരാ? ടെലിഫോൺ ബൂത്തിൽ വെച്ച് പരിചയപ്പെട്ടതാ. അപ്പോ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലെ വലിയൊരു ഉദ്യോഗസ്ഥനാ. ഓഹോ. ഇവിടെ മാത്രമല്ല, ഈ സിറ്റിയിലെ ഏത് തിയേറ്ററിൽ എപ്പോ ടിക്കറ്റ് വേണമെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ. ഐ എം സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. എന്റെ പേര് മാലതി, സിറ്റി ഹോസ്പിറ്റലിലെ നഴ്സാ. ഞാനിവിടെ മിസ്റ്റർ അപ്പനെ പറ്റി ഞാൻ പറഞ്ഞു. ഒന്നിച്ചാ താമസിക്കുന്നത്? അതെ. എവിടെ? ആഴ്വപ്പേട്ട വിമൻസ് ഹോസ്റ്റലിൽ. കേറുന്നില്ലേ? സമയായി, തുടങ്ങാറായി. മിസ്റ്റർ അപ്പു പടം കാണുന്നില്ലേ? എനിക്ക് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. റൈറ്റിൽ പോകുമ്പോ